ശ്രീ പ്രവീൺ കൃഷ്ണൻ, മാതൃഭൂമി ലേഖകനാണ്. അദ്ദേഹം കൂടി നമുക്കൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ പ്രവീൺ, വളരെ സജീവമായി കഴിഞ്ഞ കുറേ കാലങ്ങളായി, ഒരുപക്ഷെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് അത്ര സജീവ പ്രവർത്തകരൊന്നും ഇല്ലാതിരുന്ന കാലത്ത് പോലും BJP-യിൽ നിലയുറച്ചു നിന്ന ആളാണ് ശ്രീ ജോർജ് കുര്യൻ. ആ അർത്ഥത്തിൽ ഒരുപക്ഷെ പെട്ടെന്നൊരാളെ കൊണ്ട് ഇറക്കി മന്ത്രിസ്ഥാനം കൊടുക്കുന്നതല്ല, കൃത്യമായി പാർട്ടി പിൻബലം അല്ലെങ്കിൽ പാർട്ടി വേരുകൾ കൃത്യമായി ഉള്ള ആൾക്ക് മന്ത്രിസ്ഥാനം കൊടുക്കുന്നത് അതൊരു ഉചിതമായ തീരുമാനമായി കൂടി കണക്കാക്കാമല്ലേ? തീർച്ചയായിട്ടും വളരെ വളരെ രാഷ്ട്രീയമായ ഒരു തീരുമാനം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്ന് ആരും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ മാത്രമല്ല, BJP എന്ന രാഷ്ട്രീയ പാർട്ടി 80-ൽ രൂപം കൊള്ളുന്നതിന് മുമ്പ് തന്നെ ജനസംഘം ജനതാ പാർട്ടിയായി പ്രവർത്തിച്ചിരുന്ന കാലം മുതൽ തന്നെ ഉള്ള വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ അതിന്റെ ഒരു പ്രവർത്തകനായിട്ട് രംഗത്ത് വന്ന ഒരാളാണ് ശ്രീ ജോർജ് കുര്യൻ. അതിനുശേഷം BJP-യുടെ തുടക്കം മുതൽ BJP രൂപവൽക്കരിച്ചതിന് ശേഷം തുടക്കം മുതൽ തന്നെ പാർട്ടിയുടെ എല്ലാ തലങ്ങളിലും യുവമോർച്ചയിലായാലും മറ്റെല്ലാ തലങ്ങളിലും സംഘടനാ തലത്തിൽ പ്രവർത്തിച്ച് അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിക്കുകയും BJP ഒരു രാഷ്ട്രീയ ശക്തി അല്ലാതിരുന്ന കാലഘട്ടത്തിൽ പോലും അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പതാകവാഹകനായിട്ട് എല്ലാ രംഗങ്ങളിലും പ്രവർത്തിച്ച ഒരാളാണ് ശ്രീ ജോർജ് കുര്യൻ. അദ്ദേഹം ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്ന് ഒരുപക്ഷെ BJP-യിലേക്ക് ആദ്യം കടന്നു വന്ന പ്രമുഖ നേതാക്കളിൽ ഒരാളായിരിക്കും എന്ന് നമുക്ക് പറയാം. മറ്റു പലരും ഉണ്ടായിരുന്നു, പക്ഷേ അതിൽ വളരെ പാർട്ടിയുടെ ഉന്നത തലങ്ങളിൽ എത്തിയ ഒരു നേതാവാണ് അദ്ദേഹം. BJP-യുടെ ഒരു ആശയത്തിലും BJP ജനസംഘത്തിന്റെ അതിനുശേഷം ജനതാ പാർട്ടിയുടെയും ഒരു ആശയത്തിൽ BJP-ആയിട്ട് രൂപം കൊണ്ടപ്പോൾ അതിന്റെ ആശയത്തിൽ എപ്പോഴും BJP-യുടെ ഒരു ആശയത്തിൽ അടിയുറച്ചു നിന്ന് യാതൊരു മാറ്റങ്ങളും ഇല്ലാതെ എപ്പോഴും, അതുപോലെ തന്നെ അദ്ദേഹം ഒരിക്കലും ഒരു BJP-യിലെ ഒരു വിവാദങ്ങൾക്ക് ഇട നൽകാതെ എപ്പോഴും പാർട്ടി ലൈൻ BJP-യുടെ ലൈനിൽ ഉറച്ചു നിന്ന ഒരു വ്യക്തി എന്നുള്ളതാണ് അദ്ദേഹത്തെ പറ്റി നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു കാര്യം. അതോടുകൂടി അദ്ദേഹത്തിന്റെ ബന്ധങ്ങളും വളരെ വിപുലമാണ്. കാര്യം 80-കളുടെ തുടക്കം മുതൽ തന്നെ ഇതിനകത്തുണ്ടായിരുന്ന നേതാവെന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തുള്ള ദേശീയ നേതാക്കൾക്കൊക്കെ വളരെ വ്യക്തിബന്ധം പുലർത്തുന്ന ഒരാളായിരുന്നു അദ്ദേഹം. അത് കേരളത്തില് അദ്ദേഹത്തെ അറിയാൻ വയ്യാത്ത, അദ്ദേഹം പ്രധാനമായിട്ടും പാർലമെന്ററി രംഗത്തേക്ക് അധികം വന്നിട്ടില്ലെങ്കിലും സംഘടനാ തലത്തിൽ അദ്ദേഹത്തെ അറിയാൻ വയ്യാത്ത ആൾക്കാർ വളരെ ചുരുക്കമായിരിക്കും. എല്ലാ തരത്തിലുള്ള പ്രവർത്തകരുമായിട്ടും വളരെ അടുപ്പമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. പല ജില്ലകളിലെ ചുമതല അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്, നാഷണൽ എക്സിക്യൂട്ടീവ് അംഗമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഈ പാർട്ടിയിൽ അദ്ദേഹത്തിന് എത്രത്തോളം അഗാധമായൊരു അനുഭവം ഉണ്ട് അല്ലെങ്കിൽ ബന്ധങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങളിൽ നേരത്തെ നമ്മൾ ബസന്തമായി സംസാരിച്ചാണ് BJP പലപ്പോഴും പ്രതിരോധത്തിലായി പോകുന്ന വിഷയങ്ങളാണ്. പല കാര്യങ്ങളും കൃത്യമായി വ്യക്തമാക്കാൻ പാടുപെടുന്ന സ്ഥിതിയുണ്ടായി. ആ സാഹചര്യങ്ങളൊക്കെ ഒന്ന് മാറ്റാൻ അല്ലെ, കുറച്ചുകൂടി ആ ഒരു കാര്യങ്ങൾ എളുപ്പമാക്കാൻ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉപകരിക്കും അല്ലെ? അദ്ദേഹത്തെ പറ്റി നമുക്ക് ഒറ്റ വാക്കിൽ വിശേഷിപ്പിക്കാമെങ്കിൽ തികഞ്ഞ പാർട്ടിക്കാരനാണ് അദ്ദേഹം. പാർട്ടി വരയ്ക്കുന്നവരേക്ക് അപ്പുറത്തോ ഇപ്പുറത്തോ അദ്ദേഹം പോയിട്ടില്ല. തികഞ്ഞ പാർട്ടിക്കാരനാണ്. വളരെ പാർട്ടി പറയുന്ന പാർട്ടിയുടെ നയത്തിലും പാർട്ടിയുടെ ആദർശങ്ങളിലും ഉറച്ചു നിൽക്കുകയും പാർട്ടി എന്ന് പറയുന്നു അദ്ദേഹം അത് തന്നെയാണ് എപ്പോഴും അദ്ദേഹം ആവർത്തിക്കുന്നത് തന്നെയാണ്. തികഞ്ഞ പാർട്ടിക്കാരനായ ഒരു വ്യക്തിയാണ്. മാത്രമല്ല എന്നൊക്കെ BJP പ്രതിരോധത്തിലേക്ക് പോയിട്ടുള്ള സന്ദർഭങ്ങളിലുണ്ടോ അന്നൊക്കെ BJPക്ക് വേണ്ടി വളരെ ശക്തമായിട്ട് കേരളത്തിൽ പൊതുമണ്ഡലത്തിൽ ചർച്ചകളിലാണെങ്കിലും ബാധിക്കാൻ എപ്പോഴും സദാ സന്നദ്ധനായിട്ട് BJP ഡിഫെൻഡ് ചെയ്യാൻ BJP പ്രതിരോധിക്കാൻ എപ്പോഴും മുൻപന്തിയിൽ നിന്നൊരു നേതാവാണ്. നമ്മളൊരു പക്ഷേ അദ്ദേഹം പാർലമെന്ററി രംഗത്തേക്കായിരിക്കും അധികം വന്നിട്ടില്ല. പക്ഷേ സംഘടനാ തലത്തിൽ അദ്ദേഹത്തിന്റെ പരിചയ സമ്പത്ത് വളരെ 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 കൂടുതലാണ്. മാത്രമല്ല നമ്മൾ ആലോചിക്കണം, ആദ്യത്തെ മോദി സർക്കാരിന്റെ കാലത്താണ് അദ്ദേഹത്തെ ന്യൂനപക്ഷ കമ്മീഷൻ അംഗമാക്കുന്നത്. അതിനു മുമ്പ് വാജ്പേയിയുടെ മന്ത്രിസഭയുടെ കാലത്ത് 2000 മുതൽ 2004 വരെ മുതിർന്ന നേതാവ് ശ്രീ O രാജഗോപാൽ കേന്ദ്രമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തെയാണ് അദ്ദേഹം തന്നെ O രാജഗോപാൽ തന്നെ മുൻകൈയെടുത്ത് ആണ് അദ്ദേഹത്തിനെ OSD ആയിട്ട് നിയമിച്ചത്. അന്ന് തന്നെ കേരളത്തിൽ നിന്നുള്ള പാർട്ടിയുടെ കാര്യങ്ങളും അതുപോലെ ഡൽഹിയിൽ രാജഗോപാലിന്റെ കേന്ദ്രമന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് പ്രത്യേകിച്ച് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു വലിയ പങ്ക് അദ്ദേഹം O രാജഗോപാലിന്റെ OSD ആയിട്ട് പ്രവർത്തിക്കുന്ന കാലയളവിലും നിർവഹിച്ചത്. അപ്പൊ അത്രയ്ക്കൊരു പാർട്ടി സംവിധാനത്തിന് അത്രയും വിശ്വസ്തനായ ഒരു നേതാവാണ് ശ്രീ ജോർജ് കുര്യൻ എന്നുള്ളതാണ് പ്രത്യേകത. തീർച്ചയായും അങ്ങ് പറഞ്ഞ പോലെ തന്നെ പാർട്ടിയോട് എപ്പോഴും കടുത്ത കൂറ പ്രകടമാക്കുന്ന, പാർട്ടി നിലപാടുകളിൽ 100% ഉറച്ചു നിൽക്കുന്ന ഒരാൾ കൂടിയാണ് ജോർജ് കുര്യൻ. അതുകൊണ്ട് തന്നെ പാർട്ടി പ്രവർത്തകർക്ക് കൂടിയുള്ള ഒരു അംഗീകാരമായി തീർച്ചയായും ജോർജ് കുര്യൻ്റെ ഈ മന്ത്രിസ്ഥാനത്തെ കാണാൻ കഴിയും. കാരണം ഇത്രയും കാലം പാർട്ടിക്ക് വേണ്ടി കേരളം പോലെ ഇപ്പോൾ കഴിഞ്ഞ NDA യോഗത്തിൽ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞ കാര്യം, ജമ്മു കാശ്മീരിനേക്കാൾ കൂടുതൽ ബലിദാനികൾ BJPക്കുണ്ടായ സ്ഥലമാണ് കേരളം. കേരളത്തിലെ വിജയത്തെക്കുറിച്ച് അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ പാർട്ടിയിൽ നിലയുറച്ചു നിന്ന ഒരാളെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്നത് രാഷ്ട്രീയപരമായും അല്ലെങ്കിൽ പ്രവർത്തകർക്കിടയിലുമൊക്കെ വലിയൊരു ആത്മവിശ്വാസവും
പ്രതീക്ഷയും നൽകാൻ കഴിയുന്ന ഒരു തീരുമാനമായി തന്നെ BJPയുടെ ഈ നടപടിയെ കാണാം. ഒപ്പം തന്നെ സുരേഷ് ഗോപിയും ജോർജ് കുര്യൻ അങ്ങനെ രണ്ട് മലയാളി സാന്നിധ്യങ്ങൾ നരേന്ദ്രമോദി 3.0 സർക്കാരിൽ ഇടം നേടുമ്പോൾ കേരളത്തിനും അഭിമാനിക്കാനുള്ള വകയാണ്. കേരളത്തിനെ കൂടുതൽ കരുതലോടെ കേരളത്തിന്റെ പല വികസന ആവശ്യങ്ങളും മറ്റ് പ്രശ്നങ്ങളുമൊക്കെ പരിഹരിക്കാൻ രണ്ടുപേരുടെയും സജീവമായ ഇടപെടലുകൾ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും ഇടയിൽ നിന്നുകൊണ്ട് സമവായത്തിലൂടെ സമന്വയത്തിലൂടെ പ്രശ്നപരിഹാരം സാധ്യമാക്കാൻ ശ്രീ സുരേഷ് ഗോപിക്കും ശ്രീ ജോർജ് കുര്യനും കഴിയുമെന്ന് തന്നെയാണ് സമൂഹത്തിന്റെ അല്ലെങ്കിൽ ജനതയുടെ നന്മയ്ക്ക് വേണ്ടി ആ രീതിയിൽ നേതാക്കളുടെ പ്രതികരണവും പ്രകടനവും പ്രവർത്തനവും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. വളരെ നന്ദി ശ്രീ പ്രവീൺ കൃഷ്ണൻ പ്രതികരണം അറിയിച്ചതിന്.